ഒരു തേളിയും തവളയും ഒരു പുഴയുടെ അരികിലെത്തിയപ്പോൾ രണ്ടു പേർക്കും പുഴ മുറിച്ച് കിടക്കണം. തവളക്ക് മുറിച്ച് കിടക്കാൻ പറ്റും, തേളിന് പറ്റൂല. തേള് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പുറത്ത് കയറിയിട്ട് നമുക്ക് രണ്ടു പേർക്കും മുറിച്ച് കിടക്കാം. തവള പറഞ്ഞു, നീ ഡേഞ്ചറാണ്, എന്നെ പുറത്ത് കയറ്റാൻ പറ്റൂല. കാരണം എന്താ, എനിക്കൊരു സ്വഭാവമുണ്ട്, നീ കടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തേള് പറഞ്ഞു, ഞാൻ കടിച്ചാൽ ഞാനും ചാവും നീയും ചാവും, രണ്ടുപേരും ചാവും. തവള കൺവിൻസ്ഡായി. അപ്പോൾ നീ കടിക്കൂലെന്ന് ഉറപ്പാണ്. തവളയുടെ മുകളിൽ തേള് കയറി മുന്നോട്ട് പോവാൻ. പുഴയുടെ നടുവിലെത്തിയപ്പോൾ തേള് പണി പറ്റിച്ചു, തവളയെ കടിച്ചു. കടിച്ചാൽ തവള പറഞ്ഞു എന്ത് വെച്ചാൽ, നീ എന്നെ കടിക്കൂലെന്ന് പറഞ്ഞാണ്, നീ എന്നെ കടിച്ചു, നീ രണ്ടുപേരും മുങ്ങാൻ വേണ്ടി പോവാണ്. വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ തേള് തിരിച്ച് തവളയോട് പറഞ്ഞു, സ്വഭാവമായിപ്പോയി. ഇത് തവളയുടെയും തേളിൻ്റെയും അനുഭവമാണെങ്കിൽ പോലും ഇങ്ങനെ ചില മനുഷ്യരും നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എത്ര നമ്മൾ ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്ക് എത്തിയാലും ചിലപ്പോൾ നമ്മളെ സ്വഭാവം കാണിക്കും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണത്. ചില സ്ഥലത്ത് ചിലത് പറയാൻ പാടില്ല. ചില ആൾക്കാരെ നമ്മൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകുമ്പോഴേ നമ്മൾ അവരോട് പറയും, എൻ്റെ നാവ് അടക്കി വെച്ചുള്ളൂ, നമ്മൾ നല്ല ദീക്ക പോണത്, അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ എല്ലാത്തിനും വായ തുറക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും ചില സ്വഭാവങ്ങൾ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെ സമൂഹത്തിൽ എല്ലാവർക്കും വ്യത്യസ്തമായ തലത്തിൽ അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ ഒരു ആളുകൾ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന പല സ്വഭാവങ്ങളുണ്ടാവും. അത് ചില ആൾക്കാർ ഇപ്പം അറിയില്ല, ഒരാളുണ്ട്, അയാളെ നമ്മൾ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മോദക്കൊന്ന തരിക, അത് അയാളെ സ്നേഹം കൊണ്ടാണ്, അല്ലേ? മുഖത്തേക്ക് അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ നാടൻ ഭാഷയിൽ പറഞ്ഞാണ് മോന്ത കടിക്കുക എന്നുള്ളത്. അതിനാ അങ്ങനെയുള്ളൊരു അങ്ങനെയാണ് അയാളുടെ സ്നേഹം. അപ്പോൾ ഒരു ദിവസം അയാൾ ഒരാളെ ഇതേപോലെ പെരുമാറിയപ്പോൾ അയാൾ പറഞ്ഞു, സ്വകാര്യമായിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ സംഗതി നിങ്ങൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കും, പക്ഷെ അത് വേറുള്ളവർക്ക് എങ്ങനെ ഫിറ്റ് ഞങ്ങൾ നോക്കണം, അതുകൊണ്ട് നിങ്ങൾ കൈ പിടിക്കുക, ഇനിയിപ്പോൾ ഷോൾഡറിൽ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്താലും അതൊക്കെ. അപ്പോൾ ഈ സ്വഭാവം നമുക്കൊക്കെ ഉള്ളൊരു വീക്ക്നെസ് എന്ന് പറയും നമ്മൾ, അല്ലേ? ആ വീക്ക്നെസ് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനോ മറ്റുള്ളവർക്ക് മുമ്പിൽ നമുക്ക് ലഭിക്കേണ്ട ആ ഒരു ആദരവ് നഷ്ടപ്പെടാനോ ഒക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഥ നമ്മളെ ജീവിതത്തിലേക്കാണ് നമ്മൾ കൂടുതൽ എടുത്തു വെക്കേണ്ടത്. കാരണം തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ള വെച്ചാൽ ആളുകൾക്ക് പലപ്പോഴും നേരത്തോട് സൂചിപ്പിച്ച പോലെ എത്ര തന്നെ ഇതായി കഴിഞ്ഞാലും നമ്മളെ തനി സ്വഭാവം കാണിക്കും ചില ആൾക്കാർ. തനി സ്വഭാവം നമ്മളെന്ത് ചെയ്യും, കാണിക്കും. അത് 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 തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം മാറ്റാതെ ഒരിക്കലും എന്തില്ല, അതിൽ നിന്ന് മാറ്റാൻ കഴിയൂല. ഇപ്പം തേളിൻ്റെ സ്വഭാവം കടിക്കുക എന്നുള്ളതാണ്, പക്ഷെ ആ കടി എവിടെ കടിക്കണമെന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം, അല്ലേ? അപ്പം അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം എന്ന് വെച്ചാൽ എല്ലാ സ്വഭാവങ്ങളും എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. എല്ലാ സത്യവും എല്ലായിടത്തും പറയാൻ പറ്റില്ല, ഒരു പോയിൻ്റാണ്. എല്ലാ സത്യവും എല്ലായിടത്തും പറയാൻ പറ്റില്ല, എന്നാൽ എല്ലാ കളവും ഒരിക്കലും പറയാനും പാടില്ല. ഒരു കളവും ഒരിക്കലും പറയാനും പാടില്ല. എല്ലാ സത്യവും എല്ലായിടത്തും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന സന്ദർഭങ്ങളും പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളും പറയാൻ പറ്റുന്ന അവസരങ്ങളും ഉണ്ട്. ആ സമയത്ത് ബോധ്യപ്പെടുത്തി പറയുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മ. സ്വഭാവത്തിലേ ഈ സ്വഭാവമാണല്ലോ പ്രശ്നം. ചില ആൾക്കാർ സ്വാർത്ഥതയാണ് ചിലപ്പോഴൊക്കെ കടന്നു വരാറുള്ളത്. അതായത് ഒരു നല്ല അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മറ്റാൾ എന്തപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാതെ ഓൻ പറഞ്ഞത് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഒരു നല്ല അഭിപ്രായത്തെ അടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും നമ്മളെ നാവ് വലിയൊരു വില്ലനായിട്ട് വരും. ചിലപ്പോൾ നമ്മുടെ ചില പ്രവൃത്തികൾ വില്ലനായിട്ട് വരും. ഏതായിരുന്നാലും ജീവിതത്തിൽ അത്തരം വീക്ക്നെസ് സ്വയം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴി തൻ്റെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞത് തിരുത്താനോ ശ്രമിക്കുകയാണ് ഏതായിരുന്നാലും തേളിന് നല്ലത്, നമുക്കും നല്ലത്.